വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഒരു ലാബ് റിപ്പോർട്ടിൽ വൈറ്റമിൻസിന്റെ നോക്കുന്ന സമയത്ത് ലാബ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻഡെഫിഷ്യന്റ് ആയിരിക്കും, സഫീഷ്യന്റ് അളവിൽ ഉണ്ടാവില്ല. അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹെയറിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡെഫിഷ്യൻസി ലെവലുള്ള ആൾക്കാർ ഉറപ്പായിട്ടും നമുക്കത് ഡെഫിഷ്യന്റ് ലെവലിൽ നിന്നും അതിന്റെ കൗണ്ട് കൂട്ടി കൊണ്ടുവന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഹെയറിന് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ പെട്ടെന്ന് തിന്നായി പോകും. അല്ലെങ്കിൽ പുതിയ ന്യൂ ബോൺ ഹെയർസ് വരാൻ വളരെ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെ നമുക്ക് നമ്മുടെ ഹെയറും അത് നമ്മളൊരു കണക്ഷൻ എന്താണ്, നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ നോക്കാം. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലൗഡ്. ദിസ് ദ പാർട്ട് 7 എപ്പിസോഡ് ഓഫ് അവർ ഹെയർ ഗ്രോ സീരീസ്. നമ്മൾ ഇതിനു മുൻപ് 6 സീരീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കാണാത്ത ആൾക്കാരാണെങ്കിൽ പുതിയ ഓഡിയൻസ് ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി 6 എപ്പിസോഡ്സ് ഉണ്ട്. നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ, വൈറ്റമിൻസ്, അയൺ, സിങ്ക്, ഇതിന്റെ ഓരോന്നിനും ബേസ് ചെയ്തിട്ടുള്ള സീരീസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈറ്റമിൻ ഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെ പുതിയ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ഒരു ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ഹെയറിൽ സപ്പോർട്ടായി നിൽക്കുന്നത്. സോ അത് ഡെഫിഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നമുക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ പുതിയ ഹെയറുകൾ വരാനും പുതിയ ഹെയർ ഗ്രോത്തിനുള്ള സാധ്യതകളുടെ പെർസെന്റേജ് വല്ലാണ്ട് കുറഞ്ഞു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഞാൻ മറ്റു നമ്മുടെ അല്ലെങ്കിൽ സിങ്ക് ഒക്കെ പറയുന്നത് സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര റയർ ആണ്. അതിന്റെ ഡെഫിഷ്യൻസി വളരെ റയർ ആണെങ്കിൽ ഇപ്പോൾ കുറെ ആൾക്കാരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി റയർ ആയിട്ടല്ല. പണ്ടൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു കല്ല് എന്നിട്ടുണ്ടെങ്കിൽ ആ കല്ല് ചെന്ന് വീഴുന്നത് ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും എന്ന് പറയുന്ന രീതിക്കാണ് ഇപ്പം ഉള്ളത്. അത് നമ്മളുടെ തന്നെ ലൈഫ് സ്റ്റൈൽ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോട്ടീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈറ്റമിൻസ് ആയിക്കോട്ടെ ഒക്കെ ഡെഫിഷ്യന്റ് ലെവലിലേക്ക് പോകുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അതായത് പണ്ടുണ്ടായിരുന്ന ഒരു ഹോംലി മീൽസ് അല്ലെങ്കിൽ ഹോംലി ഫുഡ് ഐറ്റത്തിൽ നിന്ന് നമ്മൾ മാറി നല്ല രീതിക്ക് ജങ്ക് ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ് ഒന്നും നമുക്ക് കിട്ടാണ്ടാവുന്നുണ്ട്. അതെന്താവുന്നുണ്ട്, നമ്മുടെ ഹെൽത്തിനെ, ഹെയറിനെ, സ്കിന്നിനെ എല്ലാത്തിനും നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം, നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ട് എങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കാം അല്ലെങ്കിൽ ഹെൽത്ത് എങ്ങനെ സെറ്റ് ആക്കാന്നാണ്. പക്ഷെ നമ്മൾ ഇതിൽ ഹെൽത്തിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല പറയുന്നത്, നമ്മൾ ഹെയറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എൻറ്റർ സീരീസ് ഉള്ളത്. ആക്ച്വലി നമ്മൾ ഹെയറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ, വൈറ്റമിൻസ്, അയൺ ഇതെല്ലാം നമ്മൾ കൊളാബ് ചെയ്ത് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മുടെ ഹെൽത്ത് എന്തായിരിക്കും, ഓക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ എന്റെ എല്ലാ വീട്ടിലും പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോ നമ്മൾ പറയുന്ന ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ട്, കുറെ ഡയറ്റുകൾ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ്, ഗട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഡോക്ടറുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് നമ്മുടെ ഈ ഒരു സീരീസിലുള്ള ഐറ്റംസ് നിങ്ങൾ ഫോളോ ചെയ്യരുത്. അതിന് എടുത്ത് പറയണം. അത് വേറെ ഒന്നല്ല, നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റ്സും നമ്മൾ എടുക്കുന്ന ഫുഡും അത് നിങ്ങളുടെ ബോഡിയിലേക്ക് ചിലപ്പോൾ വേറെ രീതിക്ക് ട്രിഗർ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്. അപ്പൊ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഈ ഫുൾ ടൈം വീടിനകത്തിരിക്കുന്ന ആൾക്കാർ. ചില മേ ബി ഈ ഹൗസ് വൈഫ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മാക്സിമം ടൈം എന്താണ്, രാവിലെ ഒരു എണീറ്റിട്ടുണ്ടെങ്കിൽ അവർ കിച്ചൺ ഏരിയയിലേക്ക് ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കും. അതായത് നമുക്ക് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സമയം, നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. അത് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 7 മണി വരെയൊക്കെയാണ്. ഈ സമയത്ത് ഒരു ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് രാവിലെ 5 മണിക്ക് അവർ എണീക്കുന്നുണ്ടാവും. 5 മണി മുതൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് കൊച്ചൊക്കെ പോകുന്നവരെ അവർ കിച്ചണിലായിരിക്കും. അതായത് നമുക്ക് വൈറ്റമിൻ ഡി എപ്പോഴാണോ സണ്ണ് തരുന്നത് ആ സമയത്ത് നമ്മൾ എന്താവുന്നത് ഭയങ്കര ബിസി ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആൾക്കാരുണ്ട്. 8 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം ഒക്കെ എണീക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാൻ വളരെ ചാൻസസ് ആണ്. കാരണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ കുഴപ്പമില്ല. കാരണം അവർക്ക് ഇന്റർവൽ ഏരിയകൾ ആ ഒരു സമയങ്ങളിൽ അവർ സണ്ണായിട്ട് നല്ല രീതിക്ക് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരെ തിരിച്ച് വർക്കിംഗ് ആൾക്കാരിൽ ഇത് കൂടുതൽ കാണാൻ ചാൻസസ് ഉണ്ട്. കാരണം ഇപ്പൊ രാവിലെ ഒരു 9 മണിക്ക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു. ആ സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി തരുന്ന ഒരു സണ്ണും അവിടെ ഇല്ല. അതിനുശേഷം നമ്മളുടെ കംപ്ലീറ്റ് വർക്ക് നടക്കുന്നത് ഒരു ഇൻഡോർ ഏരിയയിലാണ്. ഒരു ഓഫീസിന് അകത്ത്, എ സിക്ക് അകത്ത്, ഫാനിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ വർക്ക് നടക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്കും സൂര്യനും തമ്മിലുള്ള കണക്ഷൻ വളരെ കുറവാണ്. നമ്മൾ തീരെ ഇപ്പോഴത്തെ ജനറേഷൻ തീരെ സൺലൈറ്റ് കൊള്ളാറില്ല. നമ്മളിത് ഭയങ്കരമായിട്ട് സൺസ്ക്രീമും എല്ലാം ഇട്ടിട്ട് നമ്മൾ പോകും. സണ്ണിനെ നമ്മൾ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യും. പക്ഷേ നമുക്ക് സണ്ണിൽ നിന്നും നമുക്ക് ഈ വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ സണ്ണായിട്ടുള്ള ഇന്ററാക്ഷൻ കുറയുന്നത് കൊണ്ടും പിന്നെ ഇൻഡോറിൽ തന്നെ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ട് ഒരു ഓഫീസിന്റെ ഉള്ളിൽ, കൂടുതലായിട്ട് വീട്ടിന്റെ ഉള്ളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണപ്പെടാറുള്ളത്. ആക്ച്വലി ഞാൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ അത് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിലാണ്. അപ്പം അതുകൊണ്ട് എനിക്കിത് എടുത്ത് നിനക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ തീരെ സൺലൈറ്റ് കൊള്ളാറുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഫസ്റ്റ് റീസൺ ഇത് തന്നെയാണ്. അപ്പം രാവിലെ ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, സൺലൈറ്റ് നിങ്ങൾക്ക്
ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് പോയി നമ്മൾ സൺ വരുന്ന സ്ഥലത്ത് ടെറസിന്റെ മുകളിലൊക്കെ പോയി നല്ല ഫ്രഷ് എയർ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വൈറ്റമിൻ ഡി കൂടി അവിടുന്ന് രാവിലെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതൊക്കെ ടൈപ്പ് ആൾക്കാർക്കാണ് ഇപ്പൊ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസസ് ഉള്ളത്. പിന്നെ ഇതിലുള്ള സിംറ്റംസ് ഞാൻ പറയാം. വൈറ്റമിൻ ഡിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് അധികമായിരിക്കും. നല്ല ഹെയർ ഫോൾ ഉണ്ടാകും. പിന്നെ എപ്പോഴും ഒരു ഓഫ് മൂഡ് ആയിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ അങ്ങോട്ട് ഒരു എനർജി ഉണ്ടാവില്ല. നമുക്ക് ഒരു വർക്ക് ചെയ്യാനുണ്ടെങ്കിലും നമ്മളെ സ്വയം നമ്മളെ ഒരു മടുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പം ഒരു എല്ലാത്തിനും ഒരു വിട്ട് മാറിയിട്ടുള്ള ഒരു ലോ മൂഡ് ആയിരിക്കും നമുക്ക് ഓൾവേസ്. ഇടക്കിടക്കൊന്നുമല്ല, ഫുൾ ടൈം നമുക്കൊരു ലോ മൂഡ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഹെയർ ഭയങ്കര തിൻ ആയിരിക്കും. ഹെയർ സ്ട്രോങ് ആയിട്ട് വളർത്തില്ല, ഭയങ്കര തിന്നായിക്കൊണ്ടിരിക്കും. ബിക്കോസ് നമ്മൾ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഹെയറിന്റെ ഒരു സ്ട്രെങ്ത്തും കുറയും. ഹെയറിന്റെ കംപ്ലീറ്റ്ലി ഒരു ഹെയർ എടുക്കുന്ന സമയത്ത് ആ ഹെയറിന്റെ ഭയങ്കരമായിട്ട് തിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ബോഡി പെയിൻ ഉണ്ടാവും, എല്ലുകൾക്ക് നല്ല വേദന ഉണ്ടാകും. പിന്നെ എപ്പം നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ആൾക്ക് അസുഖമായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സൈൻസ് ഉള്ള ആൾക്കാരാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ ലെവലിലേക്ക് പോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് എടുത്തിട്ട് അത് ഇല്ലാന്ന് ഉറപ്പ് വരുത്താം. ഇനി ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, അതൊരു മാറാ രോഗമൊന്നുമല്ല. നമുക്കത് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും ബൈ ത്രൂ സപ്ലിമെന്റ്സ് എടുത്തിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഡോക്ടർ അഡ്വൈസോടെ എടുക്കണം. അതല്ലാണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഡോക്ടർ നിങ്ങളെ ഓക്കെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ലെവലിലേക്ക് പോകാം. ആക്ച്വലി നമ്മള് മന്ത്ലി അല്ലെങ്കിൽ ഇത്ര മാസം ഇടവിട്ടിട്ട് ഒരു സൈക്കിൾ ഇടവിട്ടിട്ട് നമ്മൾ നമ്മളുടെ ബോഡി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതിന് നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു കൗണ്ട് കൂടുതലാണോ കുറവാണോ, നമ്മൾ ഏതിലേക്കാണ് ഇനി കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നാച്ചുറലി എങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡി എടുക്കാം എന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, രാവിലെ നമുക്കൊരു 15 to 20 മിനിറ്റ് നമ്മുടെ ഫേസിനും ആംസിനും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് വെയിൽ കൊള്ളിക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ വൈറ്റമിൻ ഡി കിട്ടും. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഈ പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ അവർ രാവിലെ എണീറ്റിട്ട് സാരി ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, വെയിൽ കൊള്ളണം എന്ന് പറയും പണ്ടുള്ള ആൾക്കാർ. ബിക്കോസ് അവരുടെ കുട്ടിക്ക് അവർക്കും ആവശ്യമായിട്ടുള്ള സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫേസിലും ആംസിലും ഒക്കെ ഒരു രാവിലെ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് മിനിമം ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസിലും ആംസിലും ഒക്കെ സൺലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് എല്ലാവരും എഗ് യോക്കില്ലേ, എഗ് യോക്കിൽ നല്ല രീതിക്ക് വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ നല്ല ഫാറ്റി ഫിഷ്, അതായത് ട്യൂണ അല്ലെങ്കിൽ സാൽമൺ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ട്യൂണ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. ട്യൂണ ഫിഷിൽ നല്ല രീതിക്ക് വൈറ്റമിൻ ഡി ഉണ്ട്. ചീസ്, മഷ്റൂം, ഇതിലൊക്കെ നല്ല രീതിക്ക് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അവക്കാഡോ, ഇതിലൊക്കെ നല്ല രീതിക്ക് വൈറ്റമിൻസ് ഉണ്ട്. സോ നമുക്ക് നാച്ചുറലി തന്നെ വൈറ്റമിൻ ഡി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് അല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഫുഡ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. അപ്പൊ നമ്മളത് കൺട്രോൾ ആയിരിക്കും. എഗ് യോക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മൾ എല്ലാ വീട്ടിലും ഞാൻ എഗ്ഗിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഡെയിലി നിങ്ങൾ 1-2 എഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോട്ടീൻ ആയി, വൈറ്റമിൻ സി ആയി, വൈറ്റമിൻ ഡി ആയി, അയൺ ആയി, എല്ലാം ഉണ്ട്. അപ്പം എഗ് യോക്കിലാട്ടോ നമുക്ക് വൈറ്റമിൻ ഡി ഉള്ളത്, എഗ് വൈറ്റിലല്ല കേട്ടോ. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ താഴെയാണെങ്കിൽ, വളരെ ലോ ആണെങ്കിൽ ഒബ്വിയസ്ലി അവർ സപ്ലിമെന്റ് എടുക്കണം. കാരണം ഫുഡ് മാത്രം കഴിച്ച് നമുക്ക് പെട്ടെന്ന് അത് ഒരു കൺട്രോളബിൾ സ്റ്റേജിലേക്ക് ആക്കാൻ വേണ്ടി പറ്റില്ല. അത് നിങ്ങൾക്ക് വളരെ ലോ ആണെങ്കിൽ ലാബിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ സമയത്ത് ഡോക്ടർ പറഞ്ഞുതരും. അത് ഡോക്ടർ അഡ്വൈസ് ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും സപ്ലിമെന്റ് എടുക്കരുത്. ആ സപ്ലിമെന്റ് സ്റ്റേജിൽ നിങ്ങൾ താഴോട്ടേക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ റെഗുലർ ഇഞ്ചക്ഷൻ ബേസിലേക്ക് പോകേണ്ടി വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, അത് നമുക്ക് റെഗുലർ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് നല്ലതാണ്. നമുക്കൊരു ഭയങ്കര അതിന്റെ ഒരു എക്സ്ട്രീം വേർഷനിലേക്ക് നമ്മൾ കടക്കാതെ അതിന്റെ ഒരു നോർമൽ കണ്ടീഷൻ നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ വൈറ്റമിൻ ഡിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ ഏതൊക്കെയാണ് നിങ്ങൾ അതിന്റെ സയൻസ് എന്നും എന്തൊക്കെയാണ് നിങ്ങൾ ഡെഫിഷ്യൻ ലെവലാണെന്ന് തോന്നുന്ന സൂചനകളും അത് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഫുഡിലൂടെ ആണെങ്കിലും സപ്ലിമെന്റിലൂടെ ആണെങ്കിലും ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു മാറാ രോഗം എന്നല്ല, നമുക്ക് കഴിച്ചിട്ടാണെങ്കിലും മരുന്ന് കഴിച്ചിട്ടാണെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാൻ വേണ്ടി പോണത്, അധികം ആരും സംസാരിച്ചിട്ടില്ലാത്ത ഹെയറുമായിട്ട് ഒരു ഹിഡൻ കണക്ഷനുള്ള ഒരാളുണ്ട്. അത് കുറച്ച് അപകടകാരിയാണ്, കുറച്ച് നല്ല ആളുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, ഞാൻ എല്ലാ വൈറ്റമിൻസിനും വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ നിങ്ങൾ ഇനിയിപ്പോൾ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ മേ ബി എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് എന്റെ ജേർണി എന്ന് ഞാൻ വേണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ അതിനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയറിന്റെ ഡയറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താ, നിങ്ങൾ എല്ലാവരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യണേ. അതിന്റെ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ. ഇനി ഇതുവരെ നമ്മുടെ ഡയറ്റ് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.